ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിയുടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് മുളക് കുറവുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അങ്ങോട്ട് അരഞ്ഞു പോവരുത്, ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇത് സ്വല്പം അരവ് കൂടി, എന്നാലും സാരില്ല. ഇനി ഇതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു മീഡിയം സൈസ് സബോള നടു കട്ട് ചെയ്തിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നല്ല പോലെ മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുറച്ച് നേരം കിടന്ന് തന്നെ മൊരിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കട്ടെ അത് മൊരിഞ്ഞ് വരാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 1 ടീസ്പൂണും ഇഞ്ചി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഫ്രിക്കൻ മല്ലിയില ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനും മല്ലിയിലയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സബോള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലും നമ്മളിത് തിരുമ്മി ചേർക്കുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് സബോള ഇങ്ങനെ നീണ്ടെടുക്കുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി 250 ml കപ്പിൽ 1 കപ്പ് നിറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ആ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുറച്ചൊന്ന് കുഴച്ചെടുത്താൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയ മൂടി വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാതും റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിൻ്റെയും സെൻറ്ററിലായിട്ട് തയ്യാറാക്കി വെച്ച മിക്സ് വെച്ച് മടക്കിയിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ പിരിച്ചെടുക്കണം. ഇങ്ങനെ പിരിച്ചെടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമുക്ക് പരിശീലനമായാൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇങ്ങനെ പിരിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. പിരിച്ചെടുക്കുന്നതാണ് കോഴിയുടെ ഒരു സ്റ്റൈല്. ഇപ്പോൾ ഇതെല്ലാതും പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോ കോഴിയുടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗം മൊരിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം കിടന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം എടുക്കാൻ. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 3-4 ട്രിപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 കപ്പ് പൊടിയും കൂടി എടുത്തിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഒരു 1.5 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ കറക്റ്റായേനെ കേട്ടോ. ഇപ്പോൾ കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.